അടുത്തൊരു അൽഗോരിതം എന്ന് പറയുന്നതാണ് ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഈ ഒരു പേര് പോലെ തന്നെ ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ഡിസിഷൻ ബൈ ചൂസിങ് ദ ഓപ്ഷൻ വിത്ത് ദ സ്മോളസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ്റ്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള മിനിമം ഡാറ്റ വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു മെത്തേഡാണ് ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത്. സോ അത് കുറച്ചുകൂടി ഗ്രീഡിയാണ്, അതുകൊണ്ടാണ് ആ ഒരു പേരങ്ങനെ വന്നത്. അതായത് മിനിമം ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള മിനിമം ഡാറ്റ വെച്ചിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോക്കൽ ഒപ്റ്റിമാലിറ്റി ആണ് അവിടെ ചെയ്യുന്നത്. ദ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ സ്മോൾ പോർഷൻ ഓഫ് ദ പ്രോബ്ലംസ് ടോട്ടൽ ഇൻഫർമേഷൻ. ഫുൾ ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് അവിടെ എത്തിച്ചേരും. പക്ഷെ വളരെ സിമ്പിൾ പ്രോബ്ലത്തിനൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഇറ്റ്സ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ്. അതുപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർ മിനിമൽ എഫേർട്ട് ടു കമ്പ്യൂട്ട് ഈച്ച് ലോക്കൽ ഡിസിഷൻ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് ബേസിക്കലി എങ്ങനെയായിരിക്കും, അതിൽ നിന്ന് ഒരു 1-2 വറ്റെടുത്ത് നോക്കി ജസ്റ്റ് ഞെക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അരി വെന്തിട്ടുണ്ട്. സോ നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഇൻഫർമേഷൻ എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യാണ്. സോ അതുപോലെയുള്ള ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രീഡി അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇത് എല്ലായിടത്തും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻ ദിസ് ഗ്രീഡി അൽഗോരിതം. സോ മൊത്തത്തിലുള്ള ഒരു സൊല്യൂഷൻ നമുക്കവിടെ വരുന്നില്ല. പക്ഷേ ഇറ്റ് ഗ്യാരണ്ടീസ് ഒപ്റ്റിമാലിറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചോറ് വേവിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ 1-2 വറ്റുകളെടുത്ത് ഞെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് സപ്പോസ് നമ്മുടെ വലിയൊരു പെട്ടിക്കകത്ത് കുറേ ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആപ്പിളിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് സെയിം ആണെന്ന് നമുക്ക് 1-2 ആപ്പിൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. സോ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രീഡി അൽഗോരിതം യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രീഡി അൽഗോരിതം വളരെ സിമ്പിളും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതുമാണ് ഇൻ സം കേസസ്. ദീസ് ആർ എഫിഷ്യൻറ്റ് ബട്ട് നോട്ട് യൂണിവേഴ്സൽ ഒപ്റ്റിമൽ. നമുക്ക് എപ്പോഴും അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. It is best suited for problem where local decision align with global optimal solution. So ഇതിൻ്റെ basic characteristics എന്ന് പറയുന്നത് there is an ordered list of resources with cost or value attribution. These quantify constraints on a system. It take the maximum quantity of resources in the time and constraint applies. For example, in an activity scheduling problem, the resources costs are in hours and the activities need to be performed in serial order. സോ ഒരു ആക്ടിവിറ്റി ഷെഡ്യൂളിംഗ് പ്രോഗ്രാമാണ്, സപ്പോസ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ഈ സ്റ്റേജ് പ്രോഗ്രാമിനകത്ത് ഓരോ പ്രോഗ്രാമും മേ ബി ഒരു 1 hour എടുക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്കിതൊക്കെ പാരലായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റേജാണ്. സോ ആ സ്റ്റേജിലേക്ക് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും നമുക്കൊരു ഇത്ര ടൈം ഫ്രെയിം കൊടുത്തിട്ട് ഒരു സീരിയലായിട്ട് നമുക്കവിടെ സോൾവ് ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ ഒരു ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത് അധികവും ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് റിസോഴ്സസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. സോ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രീഡി അപ്രോച്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൺ പ്രോമിനൻറ്റ് റീസൺ ഈസ് ടു അച്ചീവ് ദ മോസ്റ്റ് ഫീസിബിൾ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷനിലേക്ക് എത്തണം, അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു സമയങ്ങളിലൊക്കെയാണ് നമ്മൾ അധികവും ഈ ഒരു ഗ്രീഡി അപ്രോച്ച് യൂസ് ചെയ്യുക. ഇൻ ദ ആക്ടിവിറ്റി സെലക്ഷൻ പ്രോബ്ലം, ഇഫ് മോർ ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ബിഫോർ ഫിനിഷിംഗ് ദ കറണ്ട് ആക്ടിവിറ്റി, ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി പെർഫോംഡ് വിത്തിൻ ദ same time. So another reason is to divide the problem recursively based on a condition with no need to combine all the solutions. പിന്നെ വേറൊരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്കേഴ്സീവ് മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളൊരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ സബ് പ്രോബ്ലംസിൽ നിന്നുള്ള ഔട്ട്പുട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള ചില സബ് പ്രോബ്ലംസിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസുകളിലൊക്കെ നമ്മൾ ഗ്രീഡി അപ്രോച്ച് അധികവും യൂസ് ചെയ്യും. സോ നമുക്ക് വളരെ പെട്ടെന്നൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരണം, നമുക്ക് ഫുൾ പ്രോസസ്സ് ചെയ്ത് തീർക്കാനുള്ള ഒരു സമയം നമുക്കവിടെ ഇല്ല. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ അധികവും ഈ ഒരു ഗ്രീഡി അപ്രോച്ച്
യൂസ് ചെയ്യുക. ഇൻ ദ ആക്ടിവിറ്റി സെലക്ഷൻ പ്രോബ്ലം ദ റിക്കേഴ്സീവ് ഡിവിഷൻ സ്റ്റെപ്സ് ഈസ് അച്ചീവ്ഡ് ബൈ സ്കാനിങ് എ ലിസ്റ്റ് ഓഫ് ഐറ്റം ഓൺലി വൺസ് ദ കൺസിഡറിങ് സർട്ടൺ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസും നമ്മളവിടെ കൺസിഡർ ചെയ്യില്ല, ചില ആക്ടിവിറ്റീസുകൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളവിടെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. സോ ഈ ഗ്രീഡി അൽഗോരിതവും ഡൈനാമിക് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സിമിലർ മെത്തേഡ് ആണെങ്കിലും ദർ ആർ സം ഡിഫറൻസസ്. ഗ്രീഡി അൽഗോരിതം ലുക്സ് ഫോർ ലോക്കലി ഒപ്റ്റിമം solutions, or in other words a greedy choice in the hopes of finding global optimum. So വളരെ ലോക്കലായിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളവിടെ എത്തിച്ചേരും. ഹെൻസ് ഗ്രീഡി അൽഗോരിതം ക്യാൻ മേക്ക് എ ഗസ് ദാറ്റ് ലുക്ക് ഒപ്റ്റിമം അറ്റ് ടൈം. മിനിമം ടൈം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എ ഗ്ലോബൽ ഒപ്റ്റിമം. സോ അത് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് എന്ന് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ ഇറ്റ് ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു സബ് പ്രോബ്ലംസ് ആൻഡ് ദെൻ മേക്സ് ആൻ ഇൻഫോംഡ് ചോയ്സ് ടു കമ്പൈൻ ദ റിസൾട്ട്സ് ഓഫ് ദോസ് സബ് പ്രോബ്ലംസ് ടു ഫൈൻഡ് ദ മോസ്റ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ. നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത സബ് പ്രോബ്ലംസിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് വേണ്ട സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് യൂസ് ചെയ്യുക. സോ ഈ ഒരു ഗ്രീഡി അൽഗോരിതത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഗിവൺ എ അറേ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ, ഈച്ച് ഇൻഡിക്കേറ്റ്സ് ദ കംപ്ലീഷൻ ടൈം ഫോർ എ ടാസ്ക്. Find the number of tasks that can be completed in the limited amount of time that you have. നമ്മുടെ കയ്യിൽ കുറേ ടാസ്കുകളുണ്ട്. ഈ ഒരു ടാസ്കുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ടോട്ടൽ ടൈമിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റേഷനുമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻപുട്ട് എന്താണ്, നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് ആൻ അറേ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും ദ റെപ്രസെൻറ്റ് ടാസ്ക് കംപ്ലീഷൻ ഇൻ ടൈം. ആൻഡ് നമുക്കുള്ള ടോട്ടൽ ടൈം ലിമിറ്റ് ഒരു ടിയും നമുക്കവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ that t. So greedy choice വെച്ചിട്ട് നമ്മളവിടെ എന്താ ചെയ്യുക, ഇറ്റ്സ് ടു സെലക്ട് ദ ടാസ്ക് ദാറ്റ് ടേക്ക് ദ ലീസ്റ്റ് ടൈം ഫസ്റ്റ്. ദിസ് എൻഷുർ ദാറ്റ് വി ഫിറ്റ് ആസ് മെനി ടാസ്ക് ആസ് പോസിബിൾ വിത്തിൻ ദ ടൈം ലിമിറ്റ്. സോ അതാണ് നമ്മുടെ കീ ഐഡിയ എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് സോർട്ട് ദ ടാസ്ക് കംപ്ലീഷൻ ടൈംസ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് ഇറ്ററേറ്റീവ്ലി പിക്ക് ദ ടാസ്ക് ഫ്രം ദ സോർട്ടഡ് ലിസ്റ്റ്. നമ്മളതിനെ സോർട്ട് ചെയ്തതിന് ശേഷം ചെറിയ വാല്യൂസുകൾ നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമുക്ക് ഓരോ സമയം നമ്മൾ എടുക്കുമ്പോഴും ഈ ടൈം നമ്മളെ ടോട്ടൽ ടൈമിനെ എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് നോക്കിയിട്ട് ലാസ്റ്റിൽ നമ്മൾ ഓരോ ടാസ്കുകളും ആഡ് ചെയ്യാണ് അവിടെ ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാക്സ് അണ്ടർസ്കോർ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാനവിടെ ഡിഫൈൻ ചെയ്തത്. അതിൽ 2 ഇൻപുട്ടുകളാണ് വരുന്നത്, ഒന്ന് കംപ്ലീഷൻ ടൈംസും പിന്നൊന്ന് ടോട്ടൽ ടൈമും. സോ ആദ്യം നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്ന സാധനത്തിനകത്താണ് നമുക്ക് വേണ്ട ടാസ്കുകൾ ഇങ്ങനെ സീക്വൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. എത്ര ടാസ്കുകളുണ്ടോ അത്രയും ടാസ്കുകൾ നമ്മൾ ഈ ഒരു കംപ്ലീഷൻ ടൈംസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ ആ കംപ്ലീഷൻ ടൈം കിട്ടി ആദ്യം നമ്മളവിടെ എന്ത് ചെയ്യും, അതിനെ സോർട്ട് ചെയ്യാണ്. പൈതണിനകത്ത് ദിസ് കംപ്ലീഷൻ ടൈംസ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് കിട്ടും. അതിനുശേഷം ടൈം യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ടാസ്ക് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞിട്ട് 2 ഇനീഷ്യൽ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് രണ്ടും 0 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഇനീഷ്യൽ, നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് തന്നെ യൂസ് ചെയ്യുന്ന ടേംസ് ആയതുകൊണ്ട് അതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്, രണ്ടിനും 0 ആയിട്ട്. സോ ഈ ഒരു ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫോർ ലൂപ്പ് അവിടെ കൊടുക്കുകയാണ്. ഫോർ ലൂപ്പ് എങ്ങനെയാണ്, ഫോർ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വിളിക്കുന്ന വേരിയബിൾ ആണ്. ഇൻ കംപ്ലീഷൻ ടൈംസ്, അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സാധനം സോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ട്, അതിലുള്ള ഓരോ എലമെൻറ്റിലൂടെയും ഈ ഫോർ ലൂപ്പ് പോവുകയാണ് ചെയ്യുക. സോ ഫോർ ലൂപ്പിനകത്ത് എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു ഇഫ് കണ്ടീഷനാണ്. എന്ത് കണ്ടീഷനാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടൈം പ്ലസ് ഈ വരുന്ന ടൈം
രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈമിനേക്കാൾ ലെസർ ഓർ ഈക്വൽ ടു ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ അതാണ് ഇവിടെ ഫസ്റ്റ് നടക്കുന്നത്. ഇത് ലെസർ ആണെങ്കിൽ നമുക്കവിടെ ചെയ്യാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്താ, നമ്മളുടെ ടോട്ടൽ ടൈമിൻ്റെ അകത്ത് എത്ര ടാസ്കുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ടാസ്കുകൾ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ടൈം എന്ന് പറയുന്നത് ടൈം യൂസ്ഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ടൈം യൂസ്ഡ് ഇനീഷ്യലി 0 ആണല്ലോ. സപ്പോസ് നമുക്ക് വരുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. സോ 2 യൂണിറ്റ്സ് നമ്മളവിടെ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനകത്ത് എന്ത് സംഭവിക്കും, ആ ടൈം 2 എന്ന് പറയുന്ന വാല്യൂ ടൈം യൂസ്ഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് അപ്ഡേഷൻ നടക്കും. ഇനീഷ്യലി അത് 0 ആയിരുന്നു, ഇപ്പോൾ അത് 2 ആയി. അതിനുശേഷം എത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ നമുക്ക് ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആയല്ലോ. സോ ടാസ്കിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ ഇവിടെ 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറും. എഗെയിൻ ഫോർ ലൂപ്പ് ചെക്ക് ചെയ്യും. കംപ്ലീഷൻ ടൈമിനകത്തുള്ള രണ്ടാമത്തെ ടേം എടുത്ത് നോക്കുന്നു. ഇത് സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ടൈം യൂസ്ഡ് സപ്പോസ് 3 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് അടുത്ത് വരുന്നതെങ്കിൽ നേരത്തെ ഇത് 2 ആണ്, ആ 2ൻ്റെ കൂടെ 3യും കൂടെ ആഡ് ചെയ്തിട്ട് 5 ആവും. ടൈം യൂസ്ഡ് എന്ന് പറയുന്നത് ടാസ്ക് കംപ്ലീഷൻ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യും, ദാറ്റ് ഈസ് അത് 2 ആവും. സോ ഓരോ തവണയും ഇത് ചെക്ക് ചെയ്തിട്ട് ഈ ടോട്ടൽ ടൈമിനേക്കാൾ കൂടുന്നുള്ള സമയത്ത് എന്ത് സംഭവിക്കും, ഇഫിൽ നിന്ന് എൽസിലേക്ക് പോയിട്ട് ആ സാധനം അവിടെ ബ്രേക്ക് ആണ് ചെയ്യുക, അത് സ്റ്റോപ്പ് ആവും. എന്നിട്ട് ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന സാധനം റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക. എത്ര ടാസ്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നു. സോ അത് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇൻപുട്ടുകളാണ് കൊടുക്കുക. കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് 4 3 2 1 എന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ കംപ്ലീഷൻ ടൈമായിട്ട് കൊടുക്കുന്നു. എനിക്ക് ടോട്ടൽ ടൈം ഉള്ളത് 5 ആണ്. ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യുകയാണ്. കംപ്ലീഷൻ ടൈം ഇവിടുന്ന് വരും, ടോട്ടൽ ടൈം ഇവിടുന്ന് വരും, എന്നിട്ട് അത് റൺ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സെയിം പ്രോബ്ലം ആണ് ഇത്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ 4 3 2 1 എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് മീ കംപ്ലീറ്റഡ് ഈസ് 2 ആണ്. സോ 2 ടാസ്കുകളാണ് ഈ ഒരു ടോട്ടൽ ടൈമിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 ആണ്. അതിന് പറഞ്ഞാൽ ടോട്ടൽ ടൈം 10 കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ടോട്ടൽ 4 ടാസ്കുകൾ എനിക്കവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഐ എം ഹാവിങ് ടോട്ടൽ ടൈം ആസ് 10. സോ എത്ര ടാസ്കുകൾ നമ്മളവിടെ കൊടുക്കുന്നുണ്ടോ അത്രയും ടാസ്കിനകത്തുനിന്ന് 4 ടാസ്കുകൾ നമുക്ക് ടോട്ടൽ 10 ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാറ്റിയിട്ട് 5 ആക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് ഓൺലി 2 ടാസ്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദിസ് ടൈം ലിമിറ്റ്. സോ ഇങ്ങനെയാണ് ആ ഒരു ഗ്രീഡി അപ്രോച്ച് ചെയ്യുന്നത്.